ജോജി, അപ്പൻ, റോഷാക്ക് ഈയിടെ റിലീസായ നമ്മളുടെ ഫേവറേറ്റ് ചിത്രങ്ങളാണ് ഇതൊക്കെ അല്ലേ. ഈ 3 സിനിമകളിലും കോമൺ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ 3 ചിത്രങ്ങളിലും വളരെയധികം ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലി സെറ്റപ്പുകളാണ് ഇത് കാണിക്കുന്നത്. എന്താണ് ഡിസ്ഫങ്ഷണൽ ഫാമിലി? നമുക്കതിൻ്റെ കുറച്ച് സയൻസ് നോക്കാം. നമ്പർ 1, ഒരിക്കലും ശരിയാവാത്ത ആശയവിനിമയം ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. ഡിസ്ഫങ്ഷണലായ ഫാമിലിയിൽ ഒരിക്കലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ദേഷ്യവും സങ്കടവും എല്ലാം ഉള്ളിൽ വെച്ച് നിന്ന് പരസ്പരം ഒന്നും സംസാരിക്കാതെ, മിണ്ടാതെ, പ്രകടിപ്പിക്കാതെ അവസാനം പലപ്പോഴും പൊട്ടിത്തെറികളിൽ ചെന്നിട്ടാണ് അവസാനിക്കുന്നത്. നമ്പർ 2, ഈഗോയും അധികാര മനോഭാവവും. ഒരു ഫാമിലി മെമ്പർ ആ ഫാമിലിയിലെ മറ്റ് കുടുംബാംഗങ്ങളെ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ നോക്കും. എന്നേക്കാൾ അവർ വലുതാവുമോ എന്നുള്ള ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് പലപ്പോഴും ഇങ്ങനെയുള്ളൊരു തോട്ട് ഉണ്ടാവുന്നത്. എൻ്റെ പവർ നഷ്ടപ്പെടുമോ, എൻ്റെ വോയിസ് ഇവിടെ ഇല്ലാണ്ടാവോ, എന്നെ ആൾക്കാരെ ബഹുമാനിക്കാതിരിക്കുമോ, ഇങ്ങനെയുള്ള പേടികൾ കാരണം പരസ്പരം ടോർച്ചർ ചെയ്യുകയും അവരെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ഒരു പാറ്റേൺ കൂടിയാണ്. അപ്പൻ സിനിമയിൽ ആ ഫാദറിൻ്റെ അതേപോലെ ബ്രദറിൻ്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിനൊരു എക്സാമ്പിളാണ്. നമ്പർ 3, ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തർക്കങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥ. തിങ്കളാഴ്ച നിശ്ചയത്തിൽ ആ നിശ്ചയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന സീനുകൾ ഓർമ്മയില്ലേ? അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും സോൾവ് ചെയ്യാവുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും പരസ്പരം ഒത്തുകൊടുക്കാൻ പറ്റാതെ, പരസ്പരം ഒപ്പീനിയൻസിന് റെസ്പെക്റ്റ് ചെയ്യാൻ അറിയാതെ വലിയ തർക്കങ്ങളാക്കിയിട്ട് അത് അവസാനിപ്പിക്കും. നമ്പർ 4, വികാരശൂന്യത. ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലിയിലെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് സൈഡാണിത്. അതായത് ഒരു കുടുംബത്തിന് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാർ ഏത് രീതിയിലുള്ള മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, അവർ നേരിടുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്, ഇതൊന്നും മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല. എൻ്റെ ഇമോഷൻസ് എന്താ, ഞാൻ എന്താണ് നേരിടുന്നത്, എൻ്റെ പ്രശ്നം, ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്പർ 5, പരസ്പരം പകയും വിദ്വേഷവും മനസ്സിൽ തന്നെ വെച്ച് നിൽക്കുക എന്നുള്ളത്. നമ്മളെ ഫാമിലിയിൽ നടക്കുന്ന, നമ്മുടെ കുടുംബങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും മനസ്സിൽ വെച്ച് അത് ഭയങ്കര പകയാക്കി മാറ്റി പിന്നീട് വലിയ രീതിയിൽ ആ ഫാമിലീൻ്റെ റൂട്ടിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. നമ്മളുടെ കുടുംബത്തിൽ തന്നെ അത് കാണാം. എസ്പെഷ്യലി ജോജിയില ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇത്തരം കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലികൾ നമുക്ക് പഴയതിലേക്ക് പോയിട്ട് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിലൂടെ ഇതേ ഒരു പാറ്റേൺ ഇല്ലെങ്കിൽ ഈ റൂട്ട് കോസിനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ജനറേഷണൽ ട്രോമകൾ ഇങ്ങനെ കൈമാറി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതിന് സെൽഫ് വർക്ക് ചെയ്യേണ്ടതും ഈ ഒരു സൈക്കിള് ബ്രേക്ക് ചെയ്യേണ്ടതും നമ്മൾ തന്നെയാണ്.